Bees won't hinder apple picking near their hive. തേനീച്ചകൾ അവരുടെ കൂട്ടിലുള്ളത് എടുക്കാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. എന്നാൽ ആ കാട് സ്ഥിതി ചെയ്യുന്ന ആപ്പിൾ മരത്തിൽ നിന്ന് നിങ്ങൾ ആപ്പിൾ പറിക്കുന്നത് അവർ ഒരിക്കലും തടയുകയില്ല. ഡാനിയൽ കിൻ ഇസ്മായിൽ. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഒളിമ്പസിന്റെ സുസ്ഥിര ജീവന പാഠങ്ങളിലൂടെ കടന്നു വരികയാണ് നമ്മൾ. ഭൂമിയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുടെ ആ പരസ്പര ബന്ധിതമായിട്ടുള്ള ജീവാവസ്ഥയെക്കുറിച്ച്, അത് നിലനിൽക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പതിയെ പതിയെ മനസ്സിലാക്കിയിട്ട് വരികയാണ്. അതിൽ ഇന്നത്തെ പോസ്റ്റർ മുൻപ് ഞാൻ അവതരിപ്പിച്ച പല വാചകങ്ങൾ പോലെ തന്നെ ഡാനിയൽ കിന്നിന്റെ ഇസ്മായിൽ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാണ്. നമ്മൾ പറയുന്ന ആശയങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഡീപ്പ് ഇക്കോളജി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളതാ. ഭൂമിയിൽ മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവികളും മറ്റൊന്നിനെ പരിഗണിച്ച് മറ്റൊന്നിന്റെ സുസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ജീവിത രീതി തന്നെ അങ്ങനെയാണ്. മനുഷ്യൻ മാത്രമാണ് മനുഷ്യന്റെ സൗകര്യം, മനുഷ്യന്റെ ജീവിത താല്പര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്ത് അതിനനുസരിച്ച് മറ്റൊരു ജീവിയെയും അവിടെ പരിഗണിക്കാതെ തനിക്ക് നിലനിൽക്കാൻ ആവശ്യമുള്ളത് മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് മനുഷ്യരുടെ ഒരു കുഴപ്പമായിട്ട് ഇന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിണാമത്തിന്റെ അവസ്ഥയിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മനുഷ്യന്റെ ബോധ പരിണാമത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. മനുഷ്യന്റെ യുക്തി വികസിച്ചതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ആ മനുഷ്യന്റെ ബോധവികാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ തന്നെ നിലനിൽപ്പിനെ ഹനിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ പോസ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ, അതായത് തേനീച്ചകൾ ഒരിക്കലും അവരുടെ മരത്തിൽ നിന്ന് അവരുടെ കൂട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ നമ്മളെ അനുവദിക്കണമെന്നില്ല. കാരണം അത് അവരുടെ സാമ്രാജ്യമാണ്, അവരുടെ കൂടാണത്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സംവിധാനമാണത്. അതിൽ നമ്മൾ കൈകടത്തുന്നതിന് തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും. അങ്ങനെയാണ്. കാരണം ഒരു ജീവിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് അവർക്ക് പരമാവധി മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നും മറ്റുള്ള അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ പ്രതിരോധിച്ച് നിലനിൽക്കുക എന്നുള്ളതാണ്. ആ നിലനിൽപ്പിന്റെ ഭാഗമായി തന്നെ നമ്മുടെ ഇടപെടൽ അവർ ഒരു പരിധിക്കപ്പുറത്തേക്ക് സമ്മതിക്കില്ല എന്നുള്ളതാണ്. എല്ലാ ജീവിവർഗങ്ങളും അങ്ങനെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. എന്നാൽ മനുഷ്യരുടെ കാര്യം നമുക്കറിയാം. നമുക്ക് വേണ്ടത് മറ്റ് ഒന്നിന്റെ ജീവാവകാശമാണ് എന്നതുപോലും പരിഗണിക്കാതെ അതിനകത്തേക്ക് കൈകടത്തി അതിനെ ഇല്ലാതാക്കി അവിടെ നമ്മുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് തികച്ചും മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നുള്ളതാണ്. അപ്പൊ ആ മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ ഈ പോസ്റ്ററിലൂടെ അവിടെ പ്രതിനിധാനം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും മറ്റൊന്നിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മള് മാത്രമാണ്, പ്രകൃതിയില് മനുഷ്യര് മാത്രമാണ് മറ്റൊന്നിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വന്തം നിലനിൽപ്പിനെ ശ്രദ്ധിക്കാതെ സ്വന്തം താല്പര്യത്തിനും അപ്പൊ തോന്നുന്ന, അതായത് സന്ദർഭാനുസരണം തോന്നുന്ന ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നെന്നുള്ളതാണ്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടില് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെയുള്ള ഒളിമ്പസ് പഠിതാക്കൾക്കെല്ലാം ഈ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാകുമെന്ന് അറിയാം. എങ്കിലും ഇത് കേൾക്കുന്ന ഒരു
DP കോളേജിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ ആഴ തലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു കാര്യം അല്ലെങ്കിൽ തന്റെ കാഴ്ചപ്പാടില് ഞാൻ അതായത് മനുഷ്യരെ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു സമൂഹമായിട്ടല്ല പരിഗണിക്കേണ്ടത്. ഞാനും മറ്റു ജീവികളെ പോലെ ഇവിടെ ഒരു ജീവി മാത്രമാണ്, മറ്റെല്ലാത്തിനുമുള്ള അവകാശമാണ് എനിക്കുമുള്ളത്, അല്ലെങ്കിൽ എനിക്കുള്ള എല്ലാ അവകാശങ്ങളും മറ്റേതൊരു ജീവിക്കും ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരിലും ഈ അറിവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.